നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഋഷിക്കുട്ടനെ വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പോൾ നമ്മളൊന്ന് കറങ്ങാൻ വേണ്ടി തൃശ്ശൂർ റൗണ്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. തൃശ്ശൂർ നെഹ്റു പാർക്കിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഫ്ലവർ ഷോ നടക്കുന്നത്. അപ്പോൾ നമ്മളിതുപോലെ അകത്ത് കിടക്കുമ്പോൾ ആദ്യം തന്നെ കുറേ ഇങ്ങനെ ഇലച്ചെടികളാണ് കേട്ടോ. പല വെറൈറ്റിയിലുള്ള ചെടികളുണ്ട്. 60 രൂപയാണ് ഒരു ടിക്കറ്റിന്. അപ്പോൾ പറ്റുന്നവരൊക്കെ പോയി കാണാം. ഒരുപാട് ചെടികളുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ആദ്യം നമ്മൾ ചെല്ലുന്നിടത്ത് തൊട്ട് ഇലച്ചെടികളാണ് അധികം ഉള്ളത്. പല കളേഴ്സിലുള്ളതുണ്ട്, പല തരത്തിലുള്ളതുണ്ട്, പല പൊക്കത്തിൽ ചെറുത് വലുതാക്കി ആയിട്ട് കുറേ ഉണ്ട് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. രണ്ട് വശത്ത് നിറയെ ചെടികളാണ്. നമുക്ക് അതിന് നടുക്ക് കൂടെ വഴി ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേ ഇങ്ങനെ നടന്ന് എല്ലാ ചെടികളും കണ്ടിട്ട് വരാം കേട്ടോ. ഇതെല്ലാം തന്നെ ചട്ടികളിൽ വെക്കാൻ പറ്റണ ചെടികളാട്ടോ. കുഞ്ഞു 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 ചെടികളാണ്. ഇവിടെയൊക്കെ നിറയെ പൂച്ചെടികളാണ്. ഇവിടെ തൊട്ടാണ് പൂച്ചെടികൾ സ്റ്റാർട്ട് ചെയ്യണത്. ഇത് പല കളറിലുണ്ട്. വയലറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, അതുപോലെ പർപ്പിൾ ഉണ്ട്. പല 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 ഷെയ്ഡിലുള്ളതുണ്ട്. ഒരേ പൂവ് തന്നെ പല കളറിൽ. ഈ ചെടികളൊക്കെ നമ്മൾ സാധാരണ നഴ്സറിയിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ബോർഡറൊക്കെ ഉള്ളത്. റെഡ് ഉണ്ട്, നല്ല വയലറ്റ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, പല പല കളേഴ്സ് ഉണ്ട്. ഒരുപാട് ചെടികൾ ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ അതിന് പ്രത്യേക ഭംഗി തന്നെയാണ്. ഇനി ഈ ചെടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതും യെല്ലോ, ഓറഞ്ച്, വൈറ്റ്, അതുപോലെ റെഡ്, അങ്ങനെ കുറേ കളേഴ്സിൽ ഇതും ഉണ്ട് കേട്ടോ. കുറേ ഇതളുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊല കൊലയായിട്ട് എന്ത് രസമല്ലേ ഇത് കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതുപോലത്തെ കുറേ ചെടി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു അല്ലേ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഇവിടെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഫോട്ടോസ് എടുത്തു, കുറേ വീഡിയോ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു. ഈ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ പൂവ് 1-2 കളേഴ്സിലാണ് കണ്ടത്. ഒരു വയലറ്റ് പോലത്തെ കളറുണ്ട്, മജന്ത ഉണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ നമ്മളിവിടെ സാധാരണ കാണുന്നതാണ് കേട്ടോ. ഈ ചെടി ഞാൻ ഇവിടെയൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. വൈറ്റ് കളറും കൂടെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷേ പൂ കാണാൻ എല്ലാം ഇങ്ങനെ പൂവിട്ട് നിൽക്കണ കാരണമാണ് ഇത്രയും ഭംഗി. ഇതാ വെൽവെറ്റ് ജീരയില്ലേ, അതിൻ്റെ ചെടിയാണ്. അതിൻ്റെ കുഞ്ഞു 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 ചെടികളാട്ടോ. 2-3 കളർ അതുമുണ്ട്. പിന്നെ ചെട്ടിമല്ലി, അതും ഓറഞ്ചും യെല്ലോവും ഉണ്ട്. പിന്നെ ഇതുപോലൊരു ബോട്ടിൻ്റെ ഷേപ്പിൽ, ഒരു ഹൗസ് ബോട്ടിൻ്റെ ഷേപ്പിൽ ബോഗൺവില്ലയൊക്കെ നട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇതിന് ചുറ്റും ഒരുപാട് ഇലച്ചെടികളൊക്കെ ഉണ്ട്. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഈ റെഡ് നല്ല ബ്രൈറ്റ് റെഡ് കളറാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതുപോലെ ഈ ചെടികൾ കണ്ടില്ലേ, ഇതിങ്ങനെ ഒരു ഗ്രില്ല് പോലെ ഇങ്ങനെ ചുറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാൻ. ഇത് വഴിയുടെ 2 സൈഡിൽ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിതിൻ്റെ നടുക്കുകൂടെയാണ് ഇങ്ങനെ നടന്നു പോണത്. ഈ ചെടിയുടെ പേരറിയില്ല. ഇങ്ങനെ നല്ല കൊല കൊലയിലായിട്ട് പൂവുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. നല്ല വെയിലാണ്, നല്ല ചൂടാണ്. അപ്പം ഞങ്ങളിങ്ങനെ നടക്കുക കേട്ടോ. ഇതൊരു തരം റെഡ് കളർ പൂവാണ്. അരളിപ്പൂവൊക്കെ പോലത്തെ ഒരു പൂവാണ്. നല്ല ഭംഗിയുണ്ട് ഇതും കാണാനായിട്ട്. വലുതാണ്, ഇങ്ങനെ ലെയറായിട്ടുള്ള പൂവാണ്. ഇത് അഡോണിയം അങ്ങനെ എന്തോ പേരുള്ളൊരു ചെടിയാണ് കേട്ടോ. നിറച്ച് ചെടികളാട്ടോ, നിറയെ പൂച്ചെടികളാണ്. നല്ല രസമുണ്ട് ഇത് കാണാൻ. ഇത് മുഴുവൻ ഇലച്ചെടികളാണ് ഈ ഭാഗത്തൊക്കെ. ഇത് കഴിഞ്ഞ് ചെമ്പരത്തികളാണ്. പൊക്കം കുറവാണ് എല്ലാത്തിനും. ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ചെമ്പരത്തി പൂക്കൾ പല 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 കളറുകളിലുണ്ട് കേട്ടോ. വലിയ പൂവാണ്. മഞ്ഞയും ഓറഞ്ചും. ഓറഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ പ്രത്യേകത പൊക്കം കുറവാണ്, വലിയ പൂവാണ്. അപ്പം ഇങ്ങനെ നിറഞ്ഞ് പൂക്കളായിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട്. പൂവും മുട്ടൊക്കെ രസമുണ്ട്. ഇത് കണ്ടില്ലേ, പല കളറുണ്ട്. നല്ല രസമുള്ള ബ്രൈറ്റ് കളേഴ്സിലുള്ള കള്ളിമുൾ ചെടികളാണ്. കുഞ്ഞു കുഞ്ഞ് ഇതൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോണത് വീണ്ടും കുറേ ഇലച്ചെടികളാണ്. ഇന്ത്യയിൽ നാഷണൽ റോസ് ഗാർഡനിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള അപൂർവ ഇനം എന്ന് പറഞ്ഞ് കുറച്ച് ചെടികൾ കണ്ടു. ഇനി ഡാലിയ ആണ് കേട്ടോ. ഡാലിയ പിന്നെ പറയണ്ടല്ലോ, നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്. അതും കുറേ കളേഴ്സ് ഉണ്ട്. യെല്ലോ, വയലറ്റൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. റെഡൊക്കെ. ഡാലിയ പൂ എപ്പോഴും നല്ല ഭംഗിയാണ് അല്ലേ. നല്ല ഇങ്ങനെ നിറച്ച് ഇതളുകളൊക്കെ ആയിട്ട് കാണാൻ എന്ത് രസമാണ്. ഇതിങ്ങനെ നിറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇതിന് പ്രത്യേക ഭംഗി തോന്നുന്നത്. കണ്ടില്ലേ ദൂരം പൂക്കളാണോ. എത്ര ഫോട്ടോ എടുത്താലും നമുക്ക് മതിയാവില്ല, അത്രയധികം പൂക്കളുണ്ട്. ഇത്രയും അധികം പൂക്കൾ ഇങ്ങനെ കാണുമ്പോൾ എന്ത് സന്തോഷമാണോ കിട്ടണേ. നല്ല കുറേ കളേഴ്സ് ഉണ്ട്. ഇതൊരു വെറൈറ്റി ചെടിയാണ്. ഇതിൻ്റെ പേരറിയില്ല. ഒരു വയലറ്റ് ഇങ്ങനെ മണിയായിട്ടുള്ളൊരു പൂവല്ല, അത് കായാന്ന് തോന്നുന്നു. പൂവൊരു റെഡ് കളറിൽ, റോസ് കളറിലുണ്ടായിരുന്നു. ഇത് നൈസിലാണ്. ഇതും 2 കളറുണ്ട്. പിന്നെ നമ്മുടെ ബോഗൺവില്ല, അത് പല 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 കളറിലുണ്ട്. ഇനിയാണ് റോസ്.
കുറേ തരം റോസുകളുണ്ട് കേട്ടോ. ഇവിടെ പല കളറുള്ളതുണ്ട്, ഡബിൾ ഷെയ്ഡഡ് ഉണ്ട്. ഒരു കൊലയിൽ തന്നെ ഒരുപാട് പൂക്കളായിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. നിറച്ച് റോസാപ്പൂവായിരുന്നു. ഇത് കണ്ടില്ലേ, ഇത് ഡബിൾ ഷെയ്ഡഡ് ആണ്, ഇങ്ങനെ വര 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 പോലെയൊക്കെ ഉണ്ട്. ഇനി മെറൂണിൽ വരകളായിട്ടുള്ളൊരു റോസാപ്പൂ കണ്ടായിരുന്നു, യെല്ലോ ഋഷിക്കുട്ടൻ്റെ ഫേവറേറ്റ് ആണ് റോസ് പൂവിൽ. വൈറ്റ് ഉണ്ട്, കാപ്പി കളർ റോസ് കണ്ടായിരുന്നു, നിറയെ പൂക്കളാട്ടോ. ഇനി മെറൂണിൽ വൈറ്റ് വരകളുള്ള ഒരു റോസാപ്പൂ കണ്ടു, ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അതുപോലെ കാപ്പി കളർ റോസ് ഉണ്ടായിരുന്നു, അത് ഞാൻ ആകെ ഊട്ടിയിലാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഞാൻ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല, ഉണ്ടാകുമായിരിക്കും, ഞാൻ കണ്ടിട്ടില്ല. നല്ല രസമുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് കുറേ പൂക്കളുണ്ട് ഒരു ബഞ്ചിൽ തന്നെ. റോസ് ഗാർഡൻ അങ്ങനെ കുറേ ദൂരം ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ക്രിസ്മസിനോട് റിലേറ്റഡ് ആയിട്ട് ഇതേ മാനിനെയൊക്കെ കൊണ്ടുവച്ച് റെഡും ഗ്രീനും കോമ്പിനേഷൻ, അതിൽ വൈറ്റ് മാനുണ്ട്. ഇപ്പുറത്തൊരു സ്റ്റാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചെടികളുണ്ട് തന്നെയാണ്. ഈ ഒരു ഭാഗം കഴിഞ്ഞാൽ പിന്നെ ചെടികൾ വിൽപ്പനയ്ക്കും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ സ്റ്റോളുകളാണ്, അവിടെ ഒരുപാട് സാധനങ്ങൾ കിട്ടും. പല സാധനങ്ങളുടെ സ്റ്റോളുകളുണ്ട്. ഇവിടെ ഈ ഒരു സ്കെച്ച് പെൻ കൊണ്ട് ഇങ്ങനെ ഊതി കളർ അടിക്കുന്നൊരു സംഭവമുണ്ട്. ഇത് മുന്നേ തൃശ്ശൂർ തന്നെ എക്സിബിഷന് പോയപ്പോഴും കണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിലേക്ക് ആ സ്കെച്ച് പെൻ ഇട്ടിട്ട് അവരിങ്ങനെ ഊതാണ്, അപ്പോൾ അതിലിങ്ങനെ കളർ വരും. അങ്ങനെ ഞങ്ങൾ സ്റ്റോള് മുഴുവൻ ചുറ്റി കണ്ടു. അങ്ങനെ പുറത്തിറങ്ങിയപ്പോഴും ഇതുപോലെ ഇങ്ങനെ ചട്ടികൾ, മൺപാത്രങ്ങൾ, മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇങ്ങോട്ടുള്ളതൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. മാവുകൾ, ഒരുപാട് തരം ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നല്ല രസമുണ്ട്. റെഡും റോസ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിന്നെ കുഞ്ഞു ആന്തൂറിയം, പല കുഞ്ഞു ആന്തൂറിയാണ്. അത് പല കളറിലുണ്ട് കേട്ടോ, വൈറ്റ് വയലറ്റ് ഒക്കെ ആയിട്ട് കുറേ കളറുണ്ട്, യെല്ലോ അങ്ങനത്തെയൊക്കെ കളേഴ്സിലുണ്ട്. കുഞ്ഞു ആന്തൂറിയ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ ചെത്തിപ്പൂവാണ്, അതും കുറേ കളറുകളുണ്ട്. അതും ഇതുപോലെ ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുക. അപ്പോൾ നമുക്കിങ്ങനെ നിറയെ പൂവിട്ട് നിൽക്കുമ്പോൾ നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്. ഇതൊക്കെ ഓർക്കിഡ്സ് ആണ്, അതും പല കളറിലുണ്ട്, നിറയെ ഉണ്ട്, ഓറഞ്ചൊക്കെ ഉണ്ട്. ഇത് ലില്ലിപ്പൂ പോലത്തെയാണ് കേട്ടോ. ഇതിൻ്റെ റോസും ഓറഞ്ചും ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇപ്പുറത്തെ സൈഡിൽ ഓറഞ്ച് ഉണ്ട്. ഇതിൻ്റെ മുട്ടുകളും നല്ല നീളമുള്ള മുട്ട കേട്ടോ, വലിയ മുട്ടാണ്, നല്ല രസമുണ്ട് എന്തായാലും ഇത് കാണാൻ. ഇതൊക്കെ ആസ്റ്ററാണ്, പല കളറിലുണ്ട്, ഒരുപാട് കളറ് അതും ഉണ്ട്. അതൊക്കെ ഒരേ കളറിലുള്ളത് ഒരുമിച്ചായിട്ട് അങ്ങനെ ലെയറാക്കി വെച്ചിരിക്കുക കേട്ടോ. അപ്പുറത്ത് കണ്ട വൈറ്റ്, യെല്ലോ, ഇതൊരു തരം വയലറ്റ്, ലൈറ്റ് വയലറ്റ്. പിന്നെ ഇതൊക്കെ കുഞ്ഞു പൂക്കളാണ്, പേരറിഞ്ഞൂടാ, കുഞ്ഞു പൂക്കളാണ്. അത് തന്നെ ഇങ്ങനെ പല കളറുകളുണ്ട്, കുഞ്ഞു പൂക്കളായിട്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അതിൻ്റെ നടുക്കിലേക്ക് കുറച്ച് ഡാർക്ക് കളറാണ്, അതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ് ഇത്. പറ്റുന്നവരൊക്കെ നേരിട്ട് പോയി എക്സ്പീരിയൻസ് ചെയ്യണേ, നല്ല രസമാണ്. ഒരു ഭാഗം മുഴുവൻ ഇങ്ങനെ പൂച്ചെടികളായിട്ട് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം തന്നെ കിട്ടും. നമുക്കിവിടെ ചെടികൾ വാങ്ങാനും പറ്റും. അപ്പോൾ അതിന് വേറൊരു സ്ഥലം അതിന് വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ചെടികൾ അതിൻ്റെ റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ചെടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, നല്ല ഭംഗിയുള്ള ചെടിയിലെ, പേരറിഞ്ഞൂടാ. വയലറ്റും അതുപോലെ റെഡ്, യെല്ലോ, ഓറഞ്ചൊക്കെ ആയിട്ട് ഒരുപാട് കളറിലുണ്ട്. ഇത് നല്ലോണം ദൂരമുണ്ട്. അവിടെയൊക്കെ നമ്മളിങ്ങനെ നടന്ന് കറങ്ങി വയ്യാണ്ടായി, ക്ഷീണമായി. അപ്പോൾ ഉള്ളിൽ നമുക്കങ്ങനെ സ്നാക്സൊക്കെ കിട്ടുന്ന ഷോപ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പക്ഷേ അവിടെ നിന്നൊന്നും വാങ്ങിയില്ല. അവിടെ ഇങ്ങനെ ബജ്ജിയും അതുപോലെ ജ്യൂസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്